ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബനാന കേക്കാണ്. നല്ല ടേസ്റ്റ് ഉള്ളൊരു കേക്കാണിത്. ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ മിക്സിയിലാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത്. എന്നാലോ കേക്കിൻ്റെ ടെക്സ്ചർ കണ്ടാൽ മിക്സിയിൽ ഉണ്ടാക്കിയതാണെന്ന് ഒരിക്കലും പറയില്ല. കൂടാതെ ഞാൻ ഈ കേക്ക് മൈദയ്ക്ക് പകരം വീറ്റ് ഫ്ലോർ ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. കേക്കിൻ്റെ ടെക്സ്ചർ കണ്ടില്ലേ, പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ബനാന കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ 240 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടി താല്പര്യമില്ലാത്തവർക്ക് മൈദ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. കൂടാതെ 1/4 ടീസ്പൂണിന്റെ പകുതി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടി നന്നായി ഒന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം ഒരു വിസ്ക് വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 തവണ അരിച്ചെടുക്കാം. ഞാൻ 1 തവണ മാത്രം അരിച്ചതുകൊണ്ടാണ് വിസ്ക് വെച്ച് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ഡ്രൈ ആയ ജാറിലേക്ക് 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 4 ഗ്രാമ്പൂ ഇട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ വലിയ ജാറിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 4 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് ഹൈ സ്പീഡിൽ ഒരു 30 സെക്കൻഡ് അടിച്ചെടുക്കാം. ഇതാ ഞാൻ മുട്ട അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മുട്ടയൊക്കെ നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ പൊടിച്ചു മാറ്റി വെച്ചിരിക്കുന്ന പഞ്ചസാര ഹൈ സ്പീഡിൽ ഒരു 15-20 സെക്കൻഡ് അടിച്ചു കൊടുക്കാം. 20 സെക്കൻഡിൽ കൂടുതൽ അടിച്ചു കൊടുക്കണ്ട. മിക്സിയിൽ അടിച്ചു കൊടുക്കുന്ന ടൈമിൽ മുട്ട ചിലപ്പോൾ ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് നന്നായി കിട്ടണമെന്നില്ല. ഇതാ മുട്ടയും പഞ്ചസാരയും എല്ലാം നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കപ്പ് മെൽറ്റഡ് ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഓയിൽ ചേർത്ത് ലോ സ്പീഡിൽ ഒരു 10 സെക്കൻഡ് മാത്രം അടിച്ചു കൊടുക്കാം. അപ്പോൾ അതും അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു ക്ലീൻ ആയ ബൗളിലോട്ട് അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. കേക്കിൽ ചേർക്കാനായിട്ട് ഞാൻ 2 റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. അധികം വലിപ്പമുള്ള പഴമല്ല, എന്നാൽ ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള പഴമാണ് എടുത്തത്. റോബസ്റ്റ പഴമില്ലെങ്കിൽ നന്നായി പഴുത്ത നേന്ത്രപ്പഴം എടുത്താലും മതി. തൊലിയൊക്കെ നല്ലവണ്ണം കറുത്ത നേന്ത്രപ്പഴം ഉണ്ടാവില്ലേ, അതുപോലത്തത്. എന്നിട്ട് അത് നേരത്തെ പഞ്ചസാര പൊടിച്ചെടുത്ത ജാറിൽ തന്നെ ഇട്ട് നന്നായി ഒന്ന് അരച്ചെടുത്ത് വരാം. ഇതാ പഴമൊക്കെ നന്നായി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഫ്ലോർ കുറച്ചായി ചേർത്ത് കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. വിസ്ക് വെച്ചോ ഒരു സ്പൂൺ വെച്ചോ മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഫ്ലോർ മുഴുവൻ മിക്സ് ചെയ്ത് ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പഴം ബാറ്ററിലോട്ട് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ നല്ല ഫ്ലഫി ആയിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. മുട്ട മിക്സിയിൽ അടിച്ചെടുത്ത് ബാറ്റർ റെഡിയാക്കിയതാണെന്ന് പറയത്തേ ഇല്ല. അങ്ങനെ പഴമെല്ലാം ബാറ്ററിൽ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
ഞാനിവിടെ 7 ഇഞ്ച് ബേക്കിംഗ് ടിന്നാണ് എടുത്തിട്ടുള്ളത്. 8 ഇഞ്ച് എടുത്താലും മതിയാവും. കേക്ക് ടിൻ ഇല്ലാത്തവർ നല്ല കട്ടിയുള്ള ഒരു സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ചെടുത്താലും മതി. എന്നിട്ട് ഒരു സ്പൂണ് വെച്ച് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് ഈ ഒരു അലുമിനിയം പാത്രത്തിൽ വെച്ചാണ്. കുക്കറിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ കുക്കറിന്റെ വിസിൽ ഊരി മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അലുമിനിയം പാത്രത്തിനുള്ളിൽ ഞാനൊരു റിങ് വെച്ച് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ചൂടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനി ഇതിലോട്ട് കേക്ക് ടിൻ ഇറക്കി വെക്കാം. എന്നിട്ട് ഒരടപ്പ് വെച്ച് അടച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. ഇതാ കേക്കൊക്കെ ഇവിടെ നന്നായി ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഒരു 35 മിനിറ്റ്സ് ആയപ്പോൾ കേക്ക് ബേക്കായോ എന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഒരു 10 മിനിറ്റ് കൂടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കേക്ക് നന്നായി ബേക്കായി കിട്ടിയിട്ടുണ്ട്. ടൂത്ത് പിക്കൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കേക്ക് ടിൻ പുറത്തേക്ക് എടുത്ത് തണുക്കാനായി മാറ്റി വയ്ക്കാം. കേക്ക് തണുക്കാനായി വയ്ക്കുമ്പോൾ ഒരിക്കലും തുറന്നു വെക്കരുത്, എന്നാൽ കേക്ക് ഡ്രൈ ആയി പോകും. വൃത്തിയുള്ള ഒരു കോട്ടൺ ടവൽ ഉപയോഗിച്ച് വേണം കേക്കിന്റെ മുകൾ ഭാഗം മൂടി വയ്ക്കാൻ. ഇതാ കേക്കൊക്കെ നല്ലവണ്ണം തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്നിൽ നിന്നും കേക്കിനെ ഡീമോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് തട്ടി മാറ്റാം. ഇതാ നല്ല സോഫ്റ്റ് കേക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മിക്സിയിൽ ഉണ്ടാക്കിയതാണെന്ന് പറയുകയേ ഇല്ല. ഇനി നമുക്ക് കേക്കിനെ കട്ട് ചെയ്ത് നോക്കാം. ഞാൻ മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കേക്കിന്റെ ടെക്സ്ചർ എത്രമാത്രം സോഫ്റ്റ് ആണെന്ന്. ഇതാ കേക്കിന്റെ ഉൾവശം ഒന്ന് നോക്കിയേ, നല്ല പഞ്ഞി പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ മിക്സിയിൽ എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഈ കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂൾ വിട്ടു വരുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവരും ഈ റെസിപ്പി തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.